പുലരും മുൻപ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് ജാമ്യം നിഷേധിച്ച് കൽത്തുറുങ്കിലടച്ചിട്ടും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ രാഷ്ട്രീയ വൈരം തീർന്നില്ലേ ഭരണകക്ഷിക്ക്? ഗുരുതരമായ അസുഖലക്ഷണമുണ്ടെന്ന ഡിസ്ചാർജ് സമ്മറി ഷീറ്റിനെ വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് വിളിച്ചത് പാർട്ടി സെക്രട്ടറി. പൊതുമുതൽ നശിപ്പിച്ചതിനും പബ്ലിക് സർവൻറ്റിനെ മുറിവേൽപ്പിച്ചതിനും കേസ് ചാർജ് ചെയ്തത് മനസ്സിലാക്കാം. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനെ അഴിക്കുള്ളിലാക്കിയിട്ട് നുണപ്രചരണങ്ങൾ നടത്തുന്നത് എന്തിനാണ്? വ്യാജ ID കേസിൽ നിലവിൽ തെളിവുകളില്ലാതിരിക്കുമ്പോഴും ആക്ഷേപഹാസ്യ വിമർശനം എന്തിന്? പിണറായി വിജയനെ വിമർശിച്ചാൽ കേസെടുത്തും പരിഹസിച്ചും ഭസ്മീകരിച്ചു കളയാമെന്നാണോ? മറിച്ച് സ്വാഭാവികമായ നിയമ നടപടിയുടെ പേരിൽ രാഷ്ട്രീയ ലാഭം നോക്കി തുടർ സമരങ്ങൾ നടത്താൻ മാത്രം അസ്വാഭാവികത എന്തുണ്ട് ഈ കേസിൽ? 4ാം പ്രതി അറസ്റ്റിലായപ്പോൾ 1ാം പ്രതി പ്രതിപക്ഷ നേതാവിനെതിരെയാണ് അടുത്ത നടപടിയെന്ന സൂചനയാണോ?